പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. എങ്ങനെ ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയുമെന്നുള്ളതാണ് നാം ഇന്നലെ ചിന്തിച്ചത്. ആ സന്ദേശം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് പേരുടെ അരികിലേക്ക് ആ മെസ്സേജ് എത്തി. ഒത്തിരി പേർക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് അറിയുന്നതിൽ കർത്താവിനെല്ലാം മഹത്വവും എല്ലാ പുകഴ്ചയും ദൈവത്തിന് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ ഒന്നും കഴിവും എടുക്കുമൊന്നുമല്ല, കർത്താവിൻ്റെ മഹാദയും കരുണയുമാണ്. നിശ്ചയമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നമുക്ക് നൽകിത്തരുന്ന സന്ദേശങ്ങളൊക്കെ നമുക്ക് അനുഗ്രഹമായി തീരുമെന്നുള്ളത്. ഒരു 2 ഭാഗമായിട്ട് പെട്ടെന്ന് തീർക്കാനാണ് ഞാൻ ആഗ്രഹിച്ചതെങ്കിലും കുറേ പ്രിയപ്പെട്ടവർ പേഴ്സണലി മെസ്സേജുകളൊക്കെ അയച്ചിട്ട് പറഞ്ഞു, കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് സംസാരിക്കണം, ഇതിൽ നിന്ന് കൂടുതൽ ഞങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ട് എന്നൊക്കെ. ഇന്നലെ ഞാൻ ആ സംസാരിച്ച ഭാഗങ്ങളെല്ലാം തന്നെ ഇന്നലെ പുലർച്ചെ ദൈവം എൻ്റെ പ്രാർത്ഥനയിൽ എന്നോട് ഇടപെട്ടതാണ്. അത് 1-2 മിനിറ്റുകൾക്കുള്ളിൽ പെട്ടെന്ന് മുഖവരിയായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. തലേ രാത്രിയിൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ അല്ല, അതിൻ്റെ തലേ രാത്രിയിൽ ഏകദേശം 12 മണിയായി കിടന്നുറങ്ങിയപ്പോൾ കുറച്ച് പകലത്തെ തിരക്കുകളും ശുശ്രൂഷ സംബന്ധമായ യാത്രകളും ഒക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കി കിടന്നപ്പോൾ ലേറ്റായി, 12 മണിയായി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പുലർച്ചെ എഴുന്നേൽക്കാൻ കഴിയുമെന്നുള്ളത്. പക്ഷേ അലാം ഒന്നും വെക്കാതെ ഇന്നലെ രാവിലെ 4:30 ആരോ എന്നെ തട്ടി ഉണർത്തുന്നത് പോലെ പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റിരുന്നു. ഉറക്കത്തിൻ്റെ ക്ഷീണമോ യാതൊരുവിധ ക്ഷീണവും ഇല്ല. പക്ഷെ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഭയങ്കരമായൊരു പ്രേരണയുണ്ടായി ചർച്ചിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഞാൻ പാഴ്സനേജിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് ചർച്ചിൽ വന്നു. 4:45 പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഒരു 5:45 ചർച്ചിലെ വിശ്വാസ കുടുംബങ്ങൾക്ക് വേണ്ടി എല്ലാം സ്തോത്രം ചെയ്തവരെല്ലാം ഓർത്ത് പ്രാർത്ഥിച്ചു. 5:45 ദൈവത്തോട് അടുത്തിയിലുവീൻ, അവൻ നിങ്ങളോട് അടുത്തു വരുമെന്നുള്ള യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നുള്ളൊരു വേദഭാഗം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തരികയും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സമയങ്ങൾ പ്രാർത്ഥിച്ച് ദൈവവചനം ധ്യാനിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് തന്ന സന്ദേശമാണ് ഇന്നലെ വൈകിട്ട് നമ്മൾ കേൾക്കുവാനായിട്ടിടയായി തീർന്നത്. ഒത്തിരി പേരുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം ആ സന്ദേശത്തിലൂടെ ഇടപെട്ടു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് പറഞ്ഞു തീർക്കണമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗ്രഹിച്ചത്. ഒരു കാഷ്വൽ ടോക്ക്, ആർക്കെങ്കിലും ദൈവത്തോടൊക്കെ അടുത്ത് ജീവിച്ച് ദൈവശബ്ദം കേട്ട് ആത്മീകമായി അനുഗ്രഹിക്കപ്പെട്ടു പോകുന്നെങ്കിൽ അവർ പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സന്ദേശം ഇന്നലെ ഇട്ടത്. പക്ഷേ കുറച്ചുകൂടെ വിശാലമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് കരുതുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഒരു 2 എപ്പിസോഡ് കൂടി എന്ന് പറഞ്ഞാൽ ഇന്നും അടുത്ത ഒരു സന്ദേശത്തോടു കൂടി ഈ ഭാഗം നമ്മൾ തീർക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാം കൂടെ തന്ന് ഒന്നുമില്ലാത്താകുന്നതിനെക്കാട്ടിൽ നല്ലത് കുറച്ച് കാര്യങ്ങളെ നമ്മൾ കേട്ടുള്ളെങ്കിലും ആ കേട്ടത് ഒന്ന് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും അതിനനുസരിച്ച് ജീവനിതം ക്രമീകരിക്കാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആ ശബ്ദം കേൾക്കുവാനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധ്യാനിക്കുകയും ജീവിതാനുഭവങ്ങളിൽ നിന്ന് ചിന്തിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു 5 കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ആ 5 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ആദ്യത്തെ 2 ഭാഗം ഇന്ന് നമ്മൾ ചിന്തിക്കും, ബാക്കി 3 ഭാഗം അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കും. ഈ 5 കാര്യങ്ങൾ എന്ന് പറയുന്നത്, 1, ദൈവ ഇഷ്ടം ചെയ്യുവാനായിട്ടുള്ള മനസ്സാണ്, അല്ലെങ്കിൽ ദൈവത്തെ അറിയുവാനുള്ള താല്പര്യമാണ്. നമ്പർ 1. നമ്പർ 2, പൂർണ്ണമായ സമർപ്പണമാണ്. ദൈവശബ്ദം കേൾക്കുവാനായിട്ടുള്ള 3ാമത്തെ വഴി തിരുവചന ധ്യാനമാണ്. 4, പ്രാർത്ഥന. 5, ഉപവാസം. ഇങ്ങനെ 5 കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ദൈവത്തിന് സ്തോത്രം. അതിൽ 1ാമത്തേത് ആഴമായ താല്പര്യമാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട്, ദൈവം പറയുന്നത് കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അവരുടെ ഉള്ളിൽ ആഴമായ ഒരു താല്പര്യം ഉണ്ടാകണം. എന്ത് താല്പര്യം? ദൈവം പറയുന്നത് കേൾക്കാനുള്ള താല്പര്യം. കഴിഞ്ഞ ദിവസങ്ങളിലെ സന്ദേശത്തിൽ ഞാൻ പറഞ്ഞു, ദൈവം നമ്മെ തെരഞ്ഞെടുത്തെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവനിൽ വസിക്കുക, അവനോട് അടുത്തു വരിക, അവൻ്റെ വഴികളിൽ നടക്കുവാനായിട്ട് മനസ്സ് തിരിക്കുക. അപ്പം ഇതെല്ലാം നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. പരപ്രേരണ കൂടാതെ സ്വയ താല്പര്യത്തിൽ ദൈവത്തെ അന്വേഷിക്കുവാനായിട്ടുള്ള ഒരു താല്പര്യം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ കാര്യം സാധിക്കാനോ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാനോ മാത്രമായി നാം ഒരിക്കലും ദൈവത്തെ സമീപിക്കരുത്. ദൈവം അതൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ദൈവത്തോടുള്ള നിരന്തരമായ കൂട്ടായ്മയിൽ വസിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം. ഈ ലോകത്തിൽ മാത്രമല്ല, ഈ ലോകത്തിനപ്പുറത്ത് വരുവാൻ പോകുന്ന ലോകത്തിൽ യേശുക്രിസ്തു സ്ഥാപിക്കുവാനായിട്ട് പോകുന്ന ആ ലോകത്തിലും
എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിനോടുകൂടെ വസിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ നമ്മൾ നിരന്തരമായി ദൈവത്തോടുള്ള ആ ഒരു സഹവാസത്തിൽ ദൈവശബ്ദം കേട്ട് ക്രിസ്തുവിൽ വസിച്ച് മുൻപോട്ട് പോവുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ ഈ ദൈവശബ്ദം കേട്ടതുകൊണ്ട് എന്താണ് നമുക്ക് ഗുണം? അതുകൊണ്ട് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അതുകൊണ്ട് എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയാം. ദൈവശബ്ദം കേട്ട് കർത്താവിൻ്റെ വഴികളിൽ നടക്കുക. 2, ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങൾക്കുമൊക്കെ ഓരോ ദൗത്യങ്ങൾ ദൈവം ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യം ദൈവദൂതന്മാരെ ദൈവം ഭരമേൽപ്പിച്ചിട്ടില്ല, മറ്റാരെയും ഭരമേൽപ്പിച്ചിട്ടില്ല. ഞാനും നിങ്ങളുമൊക്കെ ചെയ്തു തീർക്കേണ്ടുന്ന ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. അത് ചെയ്തു തീർക്കണമെങ്കിൽ ദൈവം പറയുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടക്കണം. ഒന്നാമത്തേതിലേക്ക് നമുക്ക് വരാം. ദൈവശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും കേട്ടിരിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം, ദൈവത്തിന് സ്തോത്രം, തീവ്രമായ ആഗ്രഹമാണ്. വേദപുസ്തകത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള, ദൈവം പറയുന്നത് കേട്ടിട്ടുള്ള ഓരോ ദൈവഭക്തന്മാരെയും എടുത്തു നോക്കുക. അവരുടെയൊക്കെ ജീവിതത്തിൽ അവർക്ക് ദൈവത്തോട് അടുത്തിരിക്കുവാനുള്ള തീവ്രമായ ആഗ്രഹമുണ്ടായിരുന്നു. കോരഹപുത്രന്മാർ പറയുകയാണ്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങയോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ദാവീദിന്റെ സങ്കീർത്തനങ്ങളൊക്കെ വായിച്ചു നോക്കുക. ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തുനിന്ന് വന്ന ചിന്തകൾ എന്താ? യഹോവയ്ക്കായി ഞാൻ കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം അവനോട് പറ്റിച്ചേരുവാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ ആലയത്തിൽ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ വേദപുസ്തകത്തിലെ ഓരോ വ്യക്തികളെയും നമ്മൾ എടുത്താൽ ദൈവശബ്ദം കേട്ടിട്ടുള്ളവരും ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവരും എല്ലാം തന്നെ ദൈവ സാന്നിധ്യത്തിനായി കൊതിച്ചവരാണ്. ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ താല്പര്യപ്പെട്ടവരാണ്. ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം അവരുടെ കാതോർത്തവരാണ്. അതിനായിട്ട് അവർ ജീവിതം കൊടുത്തവരാണ്. അപ്പൊ തീവ്രമായ ഒരാഗ്രഹം നമുക്കുണ്ടാകണം. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. നമ്മൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും നാം ആ ദൈവത്തെ സ്നേഹിക്കുക. സ്വർഗസ്ഥനായ ദൈവം നമ്മെ ദൂരത്തു നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശശുദ്ധി പോലും പരിശോധിക്കപ്പെടുമെന്ന് മനസ്സിലാക്കുക. എന്തു ഉദ്ദേശത്തോടു കൂടി നാം ദൈവത്തിൻ്റെ അരികിലേക്ക് വരുന്നു എന്നുള്ളത് ദൈവം ശ്രദ്ധിക്കും. അതുകൊണ്ട് നമ്മുടെ നല്ല ആഗ്രഹങ്ങൾ, നല്ല മനോഭാവങ്ങൾ ദൈവസന്നിധിയിൽ തെളിയിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ, വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ സിയോൻ പുത്രിയുടെ കരച്ചിലിൽ അവൻ മിണ്ടാതെ ഇരിക്കത്തില്ല, നമ്മുടെ പ്രാർത്ഥന അവൻ കേൾക്കാതെ ഇരിക്കത്തില്ല, നമ്മോട് സംസാരിക്കാതെ ഇരിക്കുകയില്ല. നമ്പർ 1, ആഴമായൊരു ആഗ്രഹം നമുക്കുണ്ടാകണം. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് സമർപ്പണം, കംപ്ലീറ്റ് സറണ്ടർ. ദൈവത്തിൻ്റെ അരികിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിക്കും ഉണ്ടാകേണ്ടുന്നത് സമ്പൂർണമായ സമർപ്പണമാണ്. എന്താണ് സമ്പൂർണമായ സമർപ്പണത്തിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത്? അതിനകത്തൊരു 3-4 കൂട്ടം കാര്യങ്ങളുണ്ട്. 1, പാപം ഏറ്റുപറയുക എന്നുള്ളതാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 2, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ അരികിലേക്ക് എത്തുക. 3, ഉറച്ച തീരുമാനത്തോടെ മുന്നേറുക. ഈ 3 കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1, നമ്മുടെ പാപം ഏറ്റുപറയുക. നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ പാപങ്ങൾ എപ്പോഴും ദൈവപ്രവൃത്തിക്ക് തടസ്സമാണ്. കാരണം വിശുദ്ധനായ ദൈവം അശുദ്ധിയുള്ളിടത്ത് വസിക്കാത്തത് കൊണ്ട് നമ്മുടെ ചിന്തകൾ, നിരൂപണങ്ങൾ ഒക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. വേദപുസ്തകത്തിൽ ദൈവശബ്ദം കേൾക്കുവാനായി, ദൈവിക ഇടപെടലിനായി കാത്തിരുന്ന ഓരോ വ്യക്തികളെയും എടുത്തു നോക്കിയാൽ അവരൊക്കെ അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. കഴിഞ്ഞ ദിവസം ചിന്തിച്ച നെഹമ്യാവ് തന്റെ പാപം ഏറ്റുപറഞ്ഞു. പ്രവാചകനായ ദാനിയേൽ 9-ാം അധ്യായം യഹൂദന്റെ ഭാവി എന്താണെന്നറിയാൻ 70 വർഷം കൊണ്ട് പ്രവാസം തീരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവത്തിന് എന്താണ് തന്നോട് പറയാനുള്ളതെന്ന് അറിയാൻ കുറച്ച് ദിവസങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കിയപ്പോൾ 9-ാം അധ്യായത്തിന്റെ 4 മുതൽ ഒരു 10-25 വാക്യങ്ങൾ തന്റെ പാപം ഏറ്റുപറയുകയാണ്. 20-ാമത്തെ വാക്യത്തിൽ തന്റെ പാപം ഏറ്റുപറഞ്ഞു, തന്റെ ജനത്തിന്റെ പാപം ഏറ്റുപറഞ്ഞു, തന്റെ പിതാക്കന്മാരുടെ പാപം ഏറ്റുപറഞ്ഞു. സത്യത്തിൽ ദാനിയേലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ മനുഷ്യൻ എന്ത് പാപം ചെയ്തിട്ടാണ്? ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീതിമാനായ മനുഷ്യനല്ലേ. ബാബിലോൺ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് പോയി ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുവാനായിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും തന്റെ മുമ്പിൽ ഇരിക്കെ, അവിടുത്തേതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അറിഞ്ഞ സത്യത്തിന് വേണ്ടി വില കൊടുത്ത് ഒരുപക്ഷെ ജീവൻ പോലും പണയപ്പെടുത്തി ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ സത്യത്തിൽ ദൈവം മുമ്പാകെ നീതിമാനല്ലേ. പക്ഷെ തൻ്റെ പാപം ദൈവത്തോട് തന്നെ ഏറ്റുപറയുകയാണ്. എന്താണ് കാരണമെന്നറിയാമോ? ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് നാം എത്തുമ്പോൾ നാം ശരിയാണെന്ന് ധരിക്കുന്ന പലതും തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറയുക, നമ്മുടെ മനോഭാവങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. സ്വയനീതീകരണം ഹൃദയത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ, ഉയർച്ചകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ അതെല്ലാം ഏറ്റുപറയണം. വർഷങ്ങളുടെ അനുഭവമൊക്കെ നമുക്ക് പറയാൻ കാണും. 20 വർഷമായി ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ട്, 25 വർഷമായി. ചിലരങ്ങനാണല്ലോ, ജനിച്ചു വീണത് ഞാൻ ഇതിൻ്റെ അകത്താണ്, എനിക്കിതെല്ലാം അറിയാം, വേദപുസ്തകം കാണാതെ അറിയാം.
ഇതുകൊണ്ടൊന്നും സത്യത്തിൽ ഒരു കാര്യവുമില്ല. ദൈവം മുമ്പാകെ ദൈവത്തിൻ്റെ വലിപ്പത്തെ നാം കാണുമ്പോൾ നാം ഒന്നുമില്ലാതെയായി തീരേണ്ടതാണ്. കാരണം എന്താ? എന്നിലും നിങ്ങളിലും തൻ്റെ കടാക്ഷം വെളിപ്പെടുത്തുവാൻ ഞാനും നിങ്ങളും സത്യത്തിൽ എന്തു യോഗ്യരാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. നിത്യനായ സർവശക്തനായ സർവവ്യാപിയായ ദൈവത്തിന് ഈ തലമുറകളിൽ എന്നോടും നിങ്ങളോടും സംസാരിക്കുവാൻ, ഇടപെടുവാൻ, തൻ്റെ ശബ്ദം നമ്മളെ കേൾപ്പിക്കുവാൻ, തൻ്റെ ആത്മാവിലൂടെ നമ്മളെ നടത്തുവാൻ, തൻ്റെ പദ്ധതികളുടെ ഭാഗമാക്കി നമ്മളെ കൈപിടിച്ച്, ദൈവത്തിന് സ്തോത്രം, ആ ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നമ്മളെ നടത്തിക്കൊണ്ട് വരുവാൻ തക്കവണ്ണം, നമ്മളെ തെരഞ്ഞെടുക്കാൻ തക്കവണ്ണം എന്തു യോഗ്യതയാണ് നമ്മളിൽ കണ്ടത്. ഇല്ലേ? ഒരു യോഗ്യതയും അവിടുന്ന് നമ്മളിൽ കണ്ടില്ല. അതുകൊണ്ട് സമ്പൂർണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക, പാപങ്ങൾ ഏറ്റുപറയുക. 2, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുക. പ്രവാചകനായ യെഹെസ്കേലിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഹൃദയത്തെ കീറുക. ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവൻ ഹൃദയങ്ങളെ കീറണം. വസ്ത്രങ്ങളെ കീറിയിരുന്ന ഒരു കാലം അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് വസ്ത്രമല്ല, ഹൃദയം കീറണം. പൂർണ്ണ ഹൃദയത്തോടെ നാം അവനെ അന്വേഷിക്കുന്നെങ്കിൽ കണ്ടെത്തുമെന്നാണ് വചനം പറയുന്നത്. വിത്ത് കംപ്ലീറ്റ് ഹാർട്ട്. മനസ്സിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ചാൽ കിട്ടത്തില്ല. പക്ഷേ പൂർണ്ണമായിട്ടും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് ദൈവം ആഗ്രഹിക്കാത്ത ചിന്തകൾ, നിരൂപണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം സത്യത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞ് യേശുവിൻ്റെ രക്തത്താലും തിരുവചനത്താലും തൻ്റെ ആത്മാവിനാലും ശുദ്ധീകരണം പ്രാപിച്ച് പാപമേറ്റു പറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുവാൻ തയ്യാറായാൽ ആ പാപം ദൈവം ക്ഷമിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം കൂടെ ഞാൻ സ്നേഹത്തോടെ പറയാം. ദൈവസന്നിധിയിൽ തുറന്ന് സംസാരിക്കുന്ന ഒരു രീതി നമുക്കുണ്ടാകണം. ഞാൻ എൻ്റെ എല്ലാ കാര്യവും ദൈവത്തോട് തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ്. എനിക്ക് എന്ത് കാര്യമുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ നമുക്ക് ജയിക്കുവാൻ കഴിയാത്ത ഒരുപാട് പാപപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ കാണും. അതൊന്നും മറച്ചു വെച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അരികിലേക്ക് നാം പോകരുത്. നമ്മുടെ പാപങ്ങൾ സമ്പൂർണ്ണമായിട്ടും ഏറ്റുപറയുക. നമുക്ക് ജയിക്കുവാൻ കഴിയാത്തത്, കർത്താവേ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത്? അങ്ങയുടെ ശബ്ദം കേൾക്കാൻ എനിക്ക് പറ്റുന്നില്ല, എന്നെ കേൾപ്പിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. ദാവീദ് പറഞ്ഞില്ലേ, നിന്റെ സത്യത്തിൽ എന്നെ വഴി നടത്തി പഠിപ്പിക്കണമേ, നിന്റെ പാതയിൽ എന്നെ നടത്തണമേ. സത്യത്തിൽ ദൈവത്തിൻ്റെ പാഠശാലയിൽ ഒരു നല്ല ശിഷ്യനായി നമ്മൾ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവശബ്ദം കേൾക്കുവാൻ അവൻ നമ്മളെ ട്രെയിൻ ചെയ്യുന്ന ദൈവമാണ്. 3-ാമത്തേത് ഉറച്ച തീരുമാനം. എന്താണ് ഉറച്ച തീരുമാനം? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ താല്പര്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത്, ദൈവത്തിന് നമ്മളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം നമ്മുടെ ജീവിതത്തിലൂടെ നിറവേറുവാൻ നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഭാവി, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ മക്കൾ, നമ്മുടെ വാഹനം, നന്മകൾ, നമുക്കുള്ള സകലതും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് ദൈവത്തോട് പറയുക, കർത്താവേ ഇതെല്ലാം ഞാൻ നിന്റെ കരങ്ങളിൽ തന്നിരിക്കുകയാണ്, അങ്ങയുടെ ഇഷ്ടപ്രകാരം എന്നെ നടത്തണമേ. എൻ്റെ താല്പര്യങ്ങളൊന്നുമല്ല. ഇങ്ങനെ ചിട്ടയായി ഒരു ജീവിതം നയിച്ച് മുൻപോട്ട് പോയാൽ 100% ഉറപ്പോടെ ഞാൻ പറയാം, ദൈവം നമ്മളോട് സംസാരിക്കും. അടുത്ത 3 കാര്യങ്ങൾ തിരുവചന ധ്യാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അനുദിനവും ദൈവവചന ധ്യാനം നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അടുത്തത് ഉപവാസവും പ്രാർത്ഥനയുമാണ്. ഇത് നമ്മുടെ തലമുറകളെ നമ്മൾ പഠിപ്പിച്ചാൽ അവരോട് ദൈവം സംസാരിക്കുവാനായിട്ട് തുടങ്ങും. ഞാൻ എൻ്റെ ഇവിടെ ശുശ്രൂഷിക്കുന്ന ഈ സഭയിൽ ഞങ്ങൾ സാധാരണ ഏറ്റവും കൂടുതൽ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ വളരുവാനുള്ള പ്രബോധനങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ദർശനങ്ങൾ കാണുന്നവരുണ്ട്. അതൊക്കെ സംഭവിക്കാറുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാറുണ്ട്. എത്ര ആനന്ദമാണ് ഈ ജീവിതം, ഇല്ലേ? എന്നെയും നിങ്ങളെയും ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുക. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത് ശ്രേഷ്ഠകരമായ പദവിയാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് കുറച്ചധികം സന്ദേശങ്ങളുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നമ്മളത് കേൾക്കും. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു വ്യക്തിക്ക് പുതിയ നിയമത്തിൽ ലഭ്യമായ പദവി എന്തൊക്കെയാണ്. എല്ലാം കൂടെ ഒന്നും വിവരിച്ച് പറയുവാനായിട്ട് കഴിയത്തില്ല. അടുത്ത ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ അനുവദിക്കുന്നത് പോലെ അത് ചെയ്ത് അനുദിനവും ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ സാക്ഷികളായി തീരുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. 1, തീവ്രമായ ആഗ്രഹം, താല്പര്യം. പാട്ടുകാരൻ പാടുന്നില്ലേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് ചേരാനുള്ള ആഗ്രഹം. 2, സമർപ്പണം. അതിനകത്ത് പാപങ്ങളെ ഏറ്റു പറയുക, സ്വയം നീതീകരണങ്ങൾ ഉപേക്ഷിക്കുക, ഹൃദയം അതേ കീറുക, പൂർണ്ണമായിട്ടും ഹൃദയം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുക. തീരുമാനം, ഇനിയും ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനായിട്ടാണ്. ഉറപ്പുള്ള തീരുമാനം.
അടുത്ത 2-3 കാര്യങ്ങൾ കൂടെ ഉണ്ട്, അത് അടുത്ത ദിവസങ്ങളിൽ കേൾക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങൾക്ക് തന്ന സമയത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ സഹായിക്കണം. അവരുടെ നിരാശകളൊക്കെ മാറി യേശു ക്രിസ്തുവുമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ ഇന്നും ദൈവം ജീവിക്കുന്ന ദൈവമാണെന്നറിഞ്ഞ് ആ ശബ്ദം കേട്ട് മുമ്പോട്ട് പോകുവാൻ കൃപ നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.